ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പല കമന്റ്സുകൾ എന്റെ വീഡിയോയുടെ താഴെ വരാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണാറുണ്ട് പല സ്ഥലങ്ങളിലും. ജിൻഡോ നല്ലൊരു പേഴ്സൺ ആണ്, വളരെ ഇന്നസെന്റ് ആയ ഒരു പേഴ്സൺ ആണ്, അങ്ങനെ കുറേ കമന്റ്സുകൾ ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അസാധ്യ ഗെയിമർ ആണെന്ന് ഞാൻ പറയും. ഈ പറഞ്ഞ എല്ലാ കമന്റ്സിനേക്കാൾ ഉപരിയായിട്ട് ഒരു അസാധ്യ ബിഗ് ബോസ് ഗെയിമർ ആണ്. എല്ലാ കാര്യങ്ങളും പറയാം. ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫിസിക്കൽ ഗെയിം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഫിസിക്കലി ചെയ്യേണ്ട എന്തൊരു ഗെയിം കിട്ടിയാലും ജിൻഡോ അത് തന്റെ മാക്സിമം കൊടുത്ത് പെർഫോം ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഗെയിമിൽ തന്നെ വളരെ നന്നായി പെർഫോം ചെയ്തിട്ടാണ് ആ സെക്കൻഡ് പൊസിഷനിൽ ജിൻഡോയും നന്ദനയും എത്തുന്നത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജിൻഡോ എന്ന മൈൻഡ് ഗെയിമറെ കുറിച്ചാണ്. നമുക്കറിയാം, കളി ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ടസ്റ്റൻസും പല തന്ത്രങ്ങളും പ്രയോഗിക്കും എങ്ങനെയെങ്കിലും ആ കപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി ജിൻഡോയും ജാസ്മിനും തമ്മിൽ, പിന്നെ നന്ദനയും ഉണ്ടായിരുന്നു, കുറച്ചു നേരം ഇരുന്നൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ ജാസ്മിന് നൈസായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പണിയുണ്ട്. ജാസ്മിന് മനസ്സിലായി കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ജാസ്മിനോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ അത്രയ്ക്കും നന്നായി ഒന്നും കളിക്കുന്നില്ല, കുറച്ചും കൂടി മുന്നിലോട്ട് വരണം, ഒന്നും കൂടി സ്ട്രോങ് ആയി നിന്ന് കളിക്കണം, കുറച്ചും കൂടി ഒച്ചും ബഹളമൊക്കെ കാര്യങ്ങളൊക്കെ വരണം എന്നൊരു രീതിയിലൊരു ഉപദേശം ജാസ്മിന് കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ ഒരുമാതിരി ഈ കാര്യം കേൾക്കാനിരുന്ന പോലെയാണ് ഇന്ന് രാവിലെ തൊട്ട് സായി എന്ന് പറയുന്ന വ്യക്തിയുടെ പിറകിൽ നടന്ന് നന്നായി ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായി ചൊറിയുന്നുണ്ട്. സോ ആദ്യമൊക്കെ സായി വിചാരിച്ചു ഇതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന്. പക്ഷെ ഇന്നിപ്പോ ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞപ്പോ സായും സിജോയും ഇരുന്നൊരു കോൺവെർസേഷൻ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതില് സായി സിജോട് പറയുന്നുണ്ട്, സിജോ എന്താണാവോ ജാസ്മിൻ ഇതുപോലെ നിന്റെ പുറകെ കൂടെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യണേ, അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ സായി പറയുന്നുണ്ട്, ഇത് വേറൊന്നുമല്ല, ഇത് ഇന്നലെ ജിൻഡോ ഇട്ട് കൊടുത്തതാണ് എന്ന്. അപ്പോ സിജോ ചോദിക്കുന്നുണ്ട്, എന്ത് ജിൻഡോ ഇട്ട് കൊടുത്തു? നിനക്കറിയില്ലേ ഇന്നലെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ജാസ്മിനോട് ജിൻഡോ ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞായിരുന്നു, കുറച്ചും കൂടിയും ഫ്രണ്ടിലോട്ട് വരണം, കുറച്ചും കൂടിയും ഒച്ചും ബഹളൊക്കെ, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ജാസ്മിൻ ഒച്ചയെടുത്ത് തുടങ്ങിയ എന്താ സ്ഥിതി. അപ്പൊ സായിക്ക് അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ജാസ്മിന്റെ ചൊറിച്ചില്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ആ ഒരു മൈൻഡ് ഗെയിം, അല്ലെങ്കിൽ ആ ഒരു ഗെയിം കൊണ്ടുവന്നത് ആരാ? ഡെഫിനറ്റ്ലി അത് ജിൻഡോയാണ്. ജിൻഡോ നൈസായിട്ട് ജാസ്മിനോട് കിട്ടുകൊടുത്തൊരു നല്ലൊരു പണിയാണ്. കാരണം ഉറപ്പായിട്ടും സായിനെ ഇങ്ങനെ പിന്നാലെ നടന്ന് ജാസ്മിൻ ചൊറിഞ്ഞാൽ സായി തിരിച്ചു ചൊറിയും. ഡെഫിനറ്റ്ലി അവിടെ ഒരു വിള്ളൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതാണ് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറുടെ ഗെയിം. കാരണം ജിൻഡോ ഒരുപാടൊന്നും സംസാരിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാത്തിലും കയറി ഒച്ചയെടുത്ത് ബഹളം വെച്ച് നമ്മൾ അങ്ങനെ ഒരു ലൗഡ് വോയിസ് ആയിട്ടല്ല ജിൻഡോനെ കണ്ടേ. ജിൻഡോനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആളുകളും ജിൻഡോനെ ഇഷ്ടപ്പെട്ടത് ജിൻഡോ ആ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ഒരുപാട് ഒച്ചയുള്ള കാര്യങ്ങളല്ല, പക്ഷെ താൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറയാനും, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം കയറി പ്രൊവോക്ക് ചെയ്ത് എങ്ങനെ ഒരു ഗെയിമിനെ തിരിച്ചു വിടാം, അല്ലെങ്കിൽ ഒരു ഗെയിമിനെ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് ആ കോണ്ടന്റ് ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്ന് ജിൻഡോ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫിനാലോടെ അടുത്തിരിക്കുമ്പോൾ ജിൻഡോ എന്ന് പറയുന്ന ഗെയിമർ ഡെഫിനറ്റ്ലി, പക്ഷെ നമ്മൾ കുറച്ച് സൂക്ഷ്മമായി നോക്കുവാണെന്നുണ്ടെങ്കിൽ ജിൻഡോ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആവശ്യമുള്ള മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ ആദ്യ പടിയായിട്ടാണ് നമ്മുടെ ജാസ്മിൻ ചേച്ചിക്ക് ഇട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തത്. അത് കൃത്യമായി ഏൽക്കേണ്ട സ്ഥലങ്ങളിൽ ഏറ്റിട്ട് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സായി ഒരിക്കലും അങ്ങനൊരു കമന്റ് പറയില്ലായിരുന്നു. അത് സായി അറിയാൻ കാരണം അഭിഷേക് വന്ന് പറഞ്ഞായിരുന്നു ജിൻഡോ ഇങ്ങനെ ഒരു അഡ്വൈസ് ജാസ്മിന് കൊടുത്തിട്ടുണ്ടെന്ന്. സോ എല്ലാവർക്കും അറിയാം ജിൻഡോ സൈലന്റ് ആയി നടക്കുവാണെങ്കിലും ജിൻഡോ ഒരു അസാധ്യ ഗെയിമറാണ്, അതിൽ ഒരു സംശയവും വേണ്ട. കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ കൃത്യമായി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി ഗെയിമർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗെയിമർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുക, വോട്ട് ചെയ്യുക. ഇതിനുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ.